പെരിയാർ മലിനമാക്കുന്നവർ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ചുറ്റും ഇനി നിരീക്ഷണമുണ്ട്. നദി നിരീക്ഷണ ബോട്ടുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതിയും ജനജാഗ്രതയും ചേർന്നാണ് ബണ്ടിന് മുകളിലും താഴെയുമായി പെരിയാറിൽ 2 നിരീക്ഷണ ബോട്ടുകൾ ഇറക്കിയത്. ഏലൂർ മുനിസിപ്പൽ ചെയർമാൻ AD സുജിലും കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിലും ചേർന്ന് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ വെച്ച് ബോട്ടുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടു കൂടി ഒരു ബോട്ട് സജ്ജമാക്കേണ്ടത്. അതിനകത്ത് ഒരു ബോട്ട് മത്സ്യത്തൊഴിലാളികൾ പൂർണ്ണമായിട്ടും അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഒരെണ്ണം സംയുക്തമായിട്ട് വാങ്ങിയാണ് പുതിയ ചെറിയ ബോട്ട്. അപ്പോൾ ഇത് രണ്ടും മലിനീകരണം നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ പോയി സാമ്പിൾ എടുക്കാനുള്ള സംവിധാനത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അല്ലാത്ത സമയങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കും. ഇനി അത് മുനിസിപ്പാലിറ്റിക്ക് ഒരു ആവശ്യം വന്നാൽ ഉപയോഗിക്കാം, പോലീസിനൊരു ആവശ്യം വന്ന് ഉപയോഗിക്കാം, ഫയർഫോഴ്സിന് ആവശ്യം വന്ന് ഉപയോഗിക്കാം. അങ്ങനെ ഒരു എല്ലാവർക്കും ഉപയോഗിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനമായിട്ട് അതിനെ മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് മുനിസിപ്പാലിറ്റിയുടെ സഹകരണം വേണം, പഞ്ചായത്തിന്റെ സഹകരണം വേണം, അതുപോലെ തന്നെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും എല്ലാവരും സഹായം നടക്കുകയുള്ളൂ. അപ്പോൾ മലിനീകരണം തടയുക എന്നുള്ളത് കുറച്ച് പരിസ്ഥിതി പ്രവർത്തകരുടെ മാത്രം ഒരു ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. മറിച്ച് വർദ്ധിച്ചു വരുന്ന മലിനീകരണം നിരീക്ഷിക്കാനും അത്തരം സംഭവമുണ്ടായാൽ തെളിവുകളോടുകൂടി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഇത്തരം സംവിധാനത്തിലൂടെ ഫലപ്രദമായി ഇടപെടാൻ കഴിയുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ AD സുജിൽ പറഞ്ഞു. ഇത്തരം സംവിധാനമൊരുക്കിയ സംഘാടകർ എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്നുവെന്നും AD സുജിൽ പറഞ്ഞു. പെരിയാറിലെ മലിനീകരണം അവസാനിപ്പിക്കുക. പെരിയാറിലേക്ക് മാലിന്യമൊഴുക്കുന്നത് ഏതൊക്കെ വ്യവസായശാലകളാണെന്ന് കണ്ടെത്തി അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുമായാണ് ഇത്തരത്തിൽ നിരീക്ഷണ ബോട്ടുകൾ ഇറക്കിയിരിക്കുന്നത്. കൂടാതെ ഫയർഫോഴ്സിനോ പോലീസിനോ മുനിസിപ്പാലിറ്റിക്കോ പഞ്ചായത്തിനോ മറ്റേതെങ്കിലും തരത്തിൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിനും ഉപയോഗിക്കാനും ഈ ബോട്ടുകൾ വിട്ടുനൽകും. എൻ്റെ പേര് സക്കീർ ഹുസൈൻ, പെരിയാർ മലിനീകരണ സമിതിയുടെ കൺവീനറാണ്. നമ്മൾ ഇന്നിവിടെ ഫ്ലാഗ് ഓഫ് ചെയ്തത് റിവർ സർവൈലൻസ് എന്ന് പറഞ്ഞ ബോട്ടാണ്. 2 ബോട്ടുകളാണ് ചെയ്തത്. ഇവിടുത്തെ പെരിയാർ മലിനീകരണ സമിതിയുടെയും ജനജാഗ്രതയുടെയും പരിസ്ഥിതി സംഘടനകളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സംയുക്തമായിട്ടാണ് ഈ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. കാരണം നമ്മുടെ പെരിയാറിലേക്ക് വ്യവസായശാലകൾ ഒഴുക്കുന്ന മാലിന്യത്തിൻ്റെ സ്രോതസ് കണ്ടുപിടിക്കുകയും അതുമാത്രമല്ല മലിനീകരണ നിയന്ത്രണ ബോർഡ് സാമ്പിൾ എടുക്കാനാണെങ്കിലും മറ്റ് ഇവിടെ പെരിയാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ എറണാകുളം ജില്ലയിലെ 35 ലക്ഷത്തോളം ജനങ്ങൾ കുടിക്കുന്ന വെള്ളത്തിനകത്തേക്ക് പെരിയാറിലേക്ക് ഇവിടെയുള്ള മുഴുവൻ വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യം ഒഴുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുടിവെള്ള സ്രോതസ്സിനെ തകർക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല ലക്ഷക്കണക്കിനായ മത്സ്യത്തൊഴിലാളികൾ അവർ പട്ടിണിയിലേക്ക് പോവുകയാണ്. നമ്മുടെ കുടിവെള്ള സ്രോതസ്സും മത്സ്യസമ്പത്തും നശിപ്പിക്കുന്ന ഇവർക്കെതിരെ ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഒരു സർവൈലൻസ് വാഹനം വഞ്ചി നമ്മളിവിടെ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. നമ്മൾ ഏത് സമയം ഇത് നമ്മളൊരു നിരീക്ഷണത്തിലുണ്ടാവും. നമ്മളുടെ പ്രവർത്തകർ ഈ പുഴയിലൂടെ സഞ്ചരിച്ച് ഏതെല്ലാം കുഴലിലൂടെയാണ് വെള്ളം വരുന്നത്, ആരൊക്കെയാണ് പുഴയിലേക്ക് ഒഴുക്കുന്നത്, അപ്പോൾ തന്നെ നമ്മളത് അധികാരികളെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആയാലും ശരി സർക്കാരുകളായാലും കൃത്യമായിട്ട് അറിയിക്കുക, അതിൻ്റെ വീഡിയോസ് എടുക്കുക, അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുക. അപ്പോൾ സാമ്പിൾ ശേഖരിക്കാനായിട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരെയും കൂട്ടിച്ചേർന്നിട്ടായിരിക്കും സാമ്പിൾ ശേഖരിക്കുക. നമ്മൾ ശേഖരിച്ച് കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരും കൂടി ശേഖരിച്ച് അവരെ ബോധ്യപ്പെടുത്തുക, ഇന്ന കമ്പനിയാണ് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നത്, അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടും. ഇത് ഭരണകൂടത്തെ അറിയിക്കും, കൃത്യമായി ഈ സാധനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിവിടെ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത് നമ്മുടെ മുനിസിപ്പൽ ചെയർമാനാണ്. അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ്. ഇത് അധികാരികളുടെ മുമ്പിലേക്ക് ഈ മലിനീകരണത്തിൻ്റെ പ്രശ്നങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കടമ. അത് വളരെ കൃത്യമായി നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ വർഷങ്ങളായി 10-25 വർഷത്തോളമായി നമ്മൾ ഈ മലിനീകരണ വിരുദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങളുമായി നടക്കുന്നു. പുഴയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ഈ നാട്ടിലെ ജനങ്ങളുമായി സഹകരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളെയും ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരും ചേർന്നുകൊണ്ടിട്ടാണ് ഈ ഇത്തരം ഒരു സംരംഭം നമ്മൾ ഇവിടെ ചെയ്തത്. ഈ ഭാഗങ്ങളിൽ കൂടുതലും അവധി ദിവസങ്ങൾ മറയാക്കിയാണ് ഈ മാലിന്യം തള്ളുന്നത് ഇവിടെ പലപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും? അല്ല, കൃത്യമായിട്ടും അവധി ദിവസങ്ങളിൽ നമ്മുടെ വാച്ചിങ് ഉണ്ടാവും. അവധി ദിവസം മാത്രമല്ല, വർക്കിംഗ് ഡേ ആയാലും ഇവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സൗകര്യം കിട്ടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഫ്ലെക്സിബിൾ ഓസുകൾ എടുത്ത് നേരെ പുഴയിലേക്ക് ഇടും, എന്നിട്ട് പമ്പ് ചെയ്യണേന്ന്. അത് കൃത്യമായി അവധി ദിവസം നോക്കി തന്നെ ചെയ്യും. അതായത് അതല്ലെന്നുണ്ടെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥന്മാരുമായി ചേർന്നുകൊണ്ടിട്ടായിരിക്കും ഇവർ ചെയ്യണം. അവർ വിളിച്ചു പറയും ഞങ്ങൾ ഇവിടെ ഇന്നില്ല എന്ന് നിങ്ങൾ ചെയ്തു എന്ന് പറയും. അത്രക്ക് തരത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡും ഈ വ്യവസായശാലകളും തമ്മിലുള്ള ഭയങ്കര ഒത്തുകളിയാണ് ഈ മാലിന്യം ഒഴുക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കൃത്യമായ അവധി ദിവസങ്ങളിലാണ് പുഴ ചുമന്നൊഴുകുകയും മത്സ്യങ്ങൾ ചത്തുപോകുകയും ഒക്കെ ചെയ്യുന്നത്. ഇതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് എന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നു. അപ്പോൾ ഈ എറണാകുളം ജില്ലയ്ക്ക് മാത്രമല്ല
മറ്റു പ്രദേശങ്ങളിലേക്കും കൂടി കുടിവെള്ളം എത്തിക്കാൻ പറ്റുന്ന വലിയൊരു സ്രോതസ്സിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതിനകത്തേക്കാണ് ഇത്തരം വ്യവസായശാലകൾ. ഈ വ്യവസായശാലകൾ പണിയെടുക്കുന്നവരുടെ എണ്ണം, ഇവിടുത്തെ ഈ കുടിവെള്ളം എടുക്കുന്ന ആളുകളുടെ എണ്ണവും കൂടി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തുച്ഛം ആളുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല, മത്സ്യസമ്പത്ത്, നമ്മുടെ വലിയൊരു മത്സ്യസമ്പത്താണ് ഇതുപോലെ നഷ്ടപ്പെട്ടുള്ളത്. പൊക്കാളി കൃഷിയാണെങ്കിലും ചെമ്മീൻ കൃഷിയാണെങ്കിലും ഈ നാട്ടിൽ മത്സ്യം പിടിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. അവരെല്ലാം പട്ടിണിയിലാക്കിക്കൊണ്ടിട്ടാണ് ഈ വ്യവസായശാലയിൽ നിന്നുള്ള മാലിന്യം ഈ പുഴയിലേക്ക് തള്ളുന്നത്. നമ്മളിപ്പോൾ കുറച്ച് ക്യാമറകൾ പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഈ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നവരുടെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ കുറേ ക്യാമറകളും കൂടി നമ്മൾ വളരെ ഈ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്നുണ്ട്. ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്നേ വരെ ആരാണ് മാലിന്യം ഒഴുക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ കുറച്ച് ക്യാമറകൾ പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് വ്യവസായശാലകൾ കണ്ടുപിടിക്കുന്നതിന് ഭാഗമായിട്ട്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഈ ബോട്ട് നമ്മൾ ഇറക്കിയത് ഇപ്പോൾ ഇവിടെ പെരിയാറിലേക്കൊരു അത്യാവശ്യമുണ്ട്. ഫയർഫോഴ്സിന് ഉപയോഗിക്കാം, പോലീസിന് ഉപയോഗിക്കാം, മുനിസിപ്പാലിറ്റിക്കോ പഞ്ചായത്തിനൊക്കെ ഒരു എമർജൻസിയാണ്, ഈ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ബോട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ്, ഇതൊരു ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഇതിനെ ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതും കൂടി നമ്മളുടെ ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെരീഫ്, പ്രതിപക്ഷ നേതാവ് അയൂബ്, കൗൺസിലർമാരായ മാഹിൻ, ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബൂബക്കർ, മുസ്ലിം ലീഗ് നേതാവ് PM അബൂബക്കർ, CPM ലോക്കൽ സെക്രട്ടറിമാരായ PA ഷിബു, സുലൈമാൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റസാഖ്, CPI ലോക്കൽ സെക്രട്ടറി ജെയിംസ്, NCP ദേശീയ സമിതി അംഗം PD ജോൺസൺ, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MN ഗിരി, വെൽഫെയർ പാർട്ടി നേതാവ് സദക്കത്ത്, ഷംസുദ്ദീൻ ഇടയാർ, അഡ്വക്കേറ്റ് TB മിനി, ഏലൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, മത്സ്യത്തൊഴിലാളി നേതാക്കൾ, പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏലൂർ സ്റ്റേഷൻ SI റോയ് ഫ്രാൻസിസ് പെരിയാർ തീരത്ത് ഇല്ലിത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടിയുടെ ഭാഗമായി മെയ് അവസാനം വരെ പെരിയാറിൻ്റെ ഇരുതീരങ്ങളിലുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ഏലൂർ.